ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 60-ാം അധ്യായം, കർഹിജിത് അധ്യായം. ഭഗവാനും രുക്മിണീദേവിയുമായിട്ടുള്ള പ്രണയകലഹ സംവാദം. നമ്മൾ ഇനിയിപ്പോൾ രുക്മിണ്യുവാച എന്നുള്ള ഭാഗമാണ് വായിക്കുകയും പറയുകയും ചെയ്യേണ്ടത്. 33 ശ്ലോകം വരെ പറഞ്ഞു. നമുക്ക് വായിക്കാം. 10-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ആദ്യത്തെ 9 ശ്ലോകമാ പശ്ചാത്തലം വിട്ടിട്ട് സംവാദം ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ടിതമോऽധ്യായഃ. ശ്രീഭഗവാനുവാച. 10-ാം ശ്ലോകം. രാജപുത്രീപ്സിതാ ഭൂപൈർലോകപാലവിഭൂതിഭിഃ മഹാനുഭാവൈ ശ്രീമദ്ഭിഃ രൂപൗദാര്യബലോർജിതൈഃ താൻ പ്രാപ്താനർത്ഥിനോ ഹിത്വാ ചൈദ്യാദീൻ സ്മരദുർമദാൻ ദത്താ ഭ്രാത്രാ സ്വപിത്രാ ച കസ്മാന്നോ വവൃഷേ അസമാൻ. രാജഭ്യോ ബിഭ്യതഃ സുബ്രൂഃ സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭിഃ കൃതദ്വേഷാൻ പ്രായസ്ത്യക്തനൃപാസനാൻ. അസ്പഷ്ടവത്മനാം പുംസാം അലോകപഥമീയുഷാം ആസ്ഥിതാഃ പദവീം സുബ്രൂഃ പ്രായഃ സീദന്തി യോഷിതഃ. നിഷ്കിഞ്ചനാവയം ശശ്വത് നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ ന ഹ്യാഢ്യാഃ മാം ഭജന്തി സുമദ്യമേ. യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവഃ തയോർവിവാഹോ മൈത്രീ ച നോത്തമാധമയോഃ ക്വചിത്. വൈദർഭ്യേതദവിജ്ഞായ ത്വയാ ദീർഘസമീക്ഷയാ വൃതാ വയം ഗുണൈർഹീനാ ഭിക്ഷുഭിः ശ്ലാഘിതാ മുധാ. അദാത്മനോനുരൂപം വൈ ഭജസ്വ ക്ഷത്രിയർഷഭം യേന ത്വം ആശിഷഃ സത്യാഃ ഇഹാമുത്ര ച ലപ്സ്യസേ. ചൈദ്യസാൽവജരാസന്ധദന്തവക്ത്രാദയോ നൃപാഃ മമ ദ്വിഷന്തി വാമോരോ രുഗ്മീ ചാപി തവാഗ്രജഃ. തേഷാം വീര്യമദാന്താനാം ദൃപ്താനാം സ്മയനുത്തയേ ആനീതാസി മയാ ഭദ്രേ തേജോബഹരദാസതാം. ഉദാസീനാ വയം നൂനം നസ്ത്യപത്യർത്ഥ അർത്ഥകാമുകാഃ ആത്മലബ്ധ്യാ സ്മഹേ പൂർണാഃ ഗേഹയോർജ്യോതിരക്രിയാഃ. ശ്രീശുക ഉവാച. ഏതാവതുക്ത്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാം അവിശ്ലേഷാത് തദ്ധർപ്പഗ്നഃ ഉപാരമത്. ഇതി ത്രിലോകേ സപതേഃ തദാത്മനഃ പ്രിയസ്യ ദേവ്യശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേ ബധുഃ ചിന്താം ദുരന്താം രുദതീ ജഗാമഃ.
पदा सुजातेन नघारुणश्रिया भुवं लिखन्त्यश्रुभिरञ्जनासितैः आसिञ्जति कुङ्कुमरूषितौ स्तनौ तस्थौ अधोमुख्यतिदुःखरुद्धवाक् तस्यासु दुःखभयशोकविनष्टबुद्धेः हस्ताश्लतद्वलयतो व्यजनं पपात देहश्च विक्लवदीयः सहसैव मुह्यन् रम्भेव वायुविहता प्रविकीर्य केशान् तद्दृष्ट्वा भगवान् कृष्णः प्रियायाः प्रेमबन्धनं हास्य प्रौढिमजानन्द्याः करुणः सोन्वकम्बद पर्यङ्गादवरुह्याशु तामुत्थाप्य चतुर्भुजः केशान् समुह्य तद्वक्त्रं प्रामृजत् पद्मपाणिना प्रमृज्याश्रुकले नेत्रे स्तनौ चोपहतौ शुचा आश्लिष्य बाहुना राजन् अनन्यविषयां सतीम् सान्द्वयामास सान्द्वज्ञः कृपया कृपणां प्रभुः हास्य प्रौढिभ्रमच्चित्ताम् अतदर्हां सतां गतिः श्रीभगवानुवाच मा वैदर्भ्यसूयेधा जाने त्वां मत्परायणाम् त्वद्वजस्रोदुकामेन क्ष्वेल्याचरितमङ्गने मुखं च प्रेम संरम्भस्फुरिदाधरमीक्षितुं कटाक्षे पारुणापाङ्गं सुन्दरभ्रुकुटीतटम् अयं हि परमो लाभो गृहेषु गृहमेदिनां यन्नर्मैर्नीयते यामः प्रियया भीरुभामिनी श्रीशुक उवाच सैवं भगवता राजन् वैदर्भी परिसान्विता ज्ञात्वा तल्परिहासोक्तिं प्रियत्यागभयं जहौ बभाषऋषभं पुंसां वीक्षन्ती भगवन्मुखं सव्रीडहासरुचिरस्निग्धापाङ्गेन भारत रुक्मिण्युवाच नन्वेवमेतदरविन्दविलोचनाः यद्वै भवान् भगवतो असदृशी विभुम्नः क्व स्वे महिम्न्यविरतो भगवान् त्रदीशः क्वाहं गुणप्रकृतिरज्ञगृहीतपाद सत्यं भयादिव गुणेभ्य उरुक्रमान्दस्येते समुद्र उपलम्बनमात्र आत्मा नित्यं कतीन्द्रियगणैकृतविग्रहस्त्वं त्वल्सेवकैर्नृपपदं विदुदं तमोन्दम् त्वल्पादपद्ममकरन्दजुषां मुनीनां वत्मास्फुटं नृपशुभिर्ननु दुर्विभाव्यं यस्मादलौकिकमिवेहितमीश्वरस्य भूमन्तवेहितमधो अनुये भवन्तम् निष्किञ्चनो ननुभवान्न यतोऽस्ति किञ्चित् यस्मै बलिं बलिभुजो विहरन्त्यजाद्याः नत्वा विदन्त्यसुतृपोन्दकमड्यतान्दाः प्रेष्टो भवान् बलिभुजामभितेऽपि तुभ्यम् त्वं वै समस्तपुरुषार्थमयफलात्मा यद्वाञ्छया सुमतयो विसृजन्ति कृत्स्नम् तेषां विभो समुचितो भवतः समाजः पुंसस्त्रियाश्चरतयो सुखदुःखिनो न त्वं न्यस्तदण्डमुनिभिर्गदितानुभाव आत्मात्मतश्च जगदामिति मे वृतोऽसि हित्वा भवद्भ्रुव उदीरितकालवेगदोस्तासि शोभ्यभवनागपतीन् कुतोऽन्ये जाड्यं वजस्तव गदाग्रजयस्तु भूपान् विद्राव्य शार्ङ्गनिनदेन जहर्तमां त्वं सिंहो यदा स्वबलिमीश पशून् स्वभागम् तेभ्यो भयात्यदुदतिं शरणं प्रपन्नः यद्वाञ्छया नृपशिखामणयोऽङ्गवैन्यजायन्त नाहुषगयादय ऐकपत्यं राज्यं विसृज्य विविशुर्वनम् अम्बुजाक्ष सीदन्ति ते अनुपदवीं तैहास्थिता किम् कान्यं श्रयेद तव पादसरोजगन्धमाग्राय सन्मुखरितं जनतापवर्गं लक्ष्म्यालयं तु अविगणय्य गुणालयस्य मर्त्या सदोरुभयमर्थविविक्तदृष्टिः तं त्वानुरूपमभजं जगदामदीशम् आत्मानमत्र च परत्र च कामपूरं
സ്യാന്മേ തവാംഗ്രിരണം ശ്രുതിഭിർഭ്രമന്ത്യ യോ വൈ ഭജന്തമുപയാത്യമൃതാപവർഗഃ തസ്യാസ്യുരച്യുതനൃപാഭവതോപദിഷ്ടാഃ സ്ത്രീണാം ഗൃഹേഷു ഗരഘോസ്വബിഡാലഭൃത്യാഃ യത്കർണമൂലമരികർഷണ നോപയായാത്യുഷ്മത്കഥാ മൃഡവിരിഞ്ച സഭാസു ഗീതാ ത്വക്സ്മശ്രുരോമനകപേ കേശപിനദ്ദമന്തർമാംസാസ്തി രക്തകൃമിവിട്കഭ പിത്തവാദം ജീവത്സവം ഭജതി കാന്തമതിർവിമൂഢാ യാതേ പദാബ്ജമകരന്ദമജിഗ്രതി സ്ത്രീ അസ്ത്വംബുജാക്ഷ മമ തേ ചരണാനുരാഗ ആത്മൻ രഥസ്യ ത്വയി ജാനതിരിക്തദൃഷ്ടേഃ യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തദുഹമഃ പരമാനുകമ്പാ നൈവാളീകമഹം മന്യേ വചസ്തേ മധുസൂദന അംബായാ ഇവ ഹി പ്രായഃ കന്യായാ സ്യാദരതി ക്വചിത് വ്യൂഢായാശ്ചാപി പുംശ്ചല്യാ മനോഭ്യേതി നവം നവം ബുധോ സതീം ന ബിബ്രൂയാത് താം ബിഭ്രതുപയച്യുതഃ. ശ്രീഭഗവാനുവാച സാദ്വേതശ്രോതുകാമൈസ്ത്വം രാജപുത്രീ പ്രലംഭിത മയോദിതം യദന്വാത്ഥ സർവം തത്സത്യമേവ ഹി യാൻ യാൻ കാമയസേ കാമാൻ മയ്യകാമായ ഭാമിനി സന്ദിഹ്യേകാന്തഭക്തായാഃ തവ കല്യാണി നിത്യതാം ഉപലബ്ധം പതിപ്രേമ പാതിവ്രത്യം ച തേനഘേ യദ്വാക്യൈശ്ചല്യമാനായാഃ നധീർമയ്യപകർഷിതാ യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മാനോപവർഗേശം മോഹിതാ മമ മായയാ മാം പ്രാപ്യ മാനിന്യപവർഗസമ്പദം വാഞ്ചന്തി യേ സമ്പദയേവ യത്തത്പദിം തേ മന്ദഭാഗ്യാ നിരയേപി യേ നൃണാം മാത്രാത്മകത്വാത് നിരയസ്സു സംഗമഃ ദിഷ്ട്യാ ഗൃഹേശ്വരി അസകൃന്മയി ത്വയാ കൃതാനുവൃത്തിഃ ഭവമോചനീ ഖലൈഃ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹ്യസുംഭരായാഃ നികൃതിഞ്ചുഷസ്ത്രിയാഃ നത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനി യയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവഗണയ്യ രഹോ ഹരോ മേ പ്രസ്താപിതോ ദ്വിജ ഉപസൃത സത്കദസ്യ ഭ്രാതുർവിരൂപകരണം യുതി നിർജിതസ്യ പ്രോദ്വാഹ പർവണി ച തദ്വദമക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുത്തം അസ്മദയോഗഭീത്യ നൈവാബ്രവീ കിമപി തേന വയം ചിതാസ്തേ ദൂതസ്ത്വയാത്മലപനേ സുവിവിക്തമന്ത്രഃ പ്രസ്താപിതോ മയി ചിരായതി ശൂന്യമേതത് മത്വാ ജിഹാസ ഇദം അംഗമനന്യയോഗ്യം തിഷ്ഠേത തത്ത്വയി വയം പ്രതിനന്ദയാമഃ. ശ്രീശുക ഉവാച ഏവം സൗരദ സംലാപൈഃ ഭഗവാൻ ജഗദീശ്വരഃ സ്വരതോ രമയാ രേമേ നരലോകം വിഡംബയൻ തദന്യാസാമപി വിഭുഃ ഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേദീയാൻ ധർമാൻ ലോകഗുരുർഹരിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണരുക്മിണീ സംവാദോ നാമ ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം.
ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തിൽ ഭഗവാൻ രുക്മിണിയെ പരീക്ഷിക്കുന്ന, രുക്മിണിയുമായി നർമ്മം സല്ലാപം ചെയ്യുന്ന, അതേസമയം അതേ നർമ്മത്തെ രുക്മിണി വളരെ ഗൗരവമായി എടുക്കുകയും വളരെ വിഷമിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭമാണ് ഈ അധ്യായത്തിലെ വിഷയം. കർഹിച്ചിത് അധ്യായം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം, ശ്രീകൃഷ്ണ രുക്മിണി പ്രണയകലഹം എന്നൊക്കെ പറയാവുന്ന അധ്യായം. ഇപ്പോൾ ദ്വാരകയിൽ രുക്മിണിയുടെ അന്തഃപുരത്ത് ഭഗവാൻ മഞ്ചത്തിൽ വിശ്രമിക്കുന്ന രാത്രി നേരമാണെന്ന് നമ്മൾ ചന്ദ്രകിരണങ്ങളെ കണ്ടതോടെ മനസ്സിലാക്കി. ജനലിലൂടെ വരുന്ന ചന്ദ്രകിരണങ്ങളും നല്ല മന്ദമാരുതൻ സുഗന്ധ പുഷ്പങ്ങളിൽ നിന്ന് ഗന്ധം വഹിച്ചു കൊണ്ടുവരുന്നു. ധൂപമെല്ലാം പുകച്ചു വെച്ചിട്ടുണ്ട്, അത് ജനാല വഴിക്ക് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു സായം കാലം. സായം എന്നാൽ രാത്രികാലം തന്നെയുടെ. അപ്പോൾ തോഴിമാര് നേരത്തെ തന്നെ വ്യജനം കൊണ്ട് ഭഗവാനെ വീശി കൊളുത്തുകൊണ്ടിരുന്നു. അത് പോരാതെ ദേവി തന്നെ, രുക്മിണീ ദേവി തന്നെ സ്വയം ആ വ്യജനം മേടിച്ച് ഭഗവാനെ വീശിക്കൊടുക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ദേവിയെ ഒന്ന് കളിയാക്കാൻ വേണ്ടി, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രണയകലഹത്തിനുള്ള ഒരുക്കം ചെയ്യുന്നത്. ദേവി പറഞ്ഞു, നീ രാജകുമാരിയാണ്, നിന്നെ ഒരുപാട് ലോകപാല വിഭൂതികളായ രാജാക്കന്മാർ ശിശുപാലാദികളൊക്കെ കാമിച്ചു. അവർ നിന്നെ കാമിച്ച് കാമപീഡിതരായി അർത്ഥിച്ചു വന്നു. നിന്റെ സഹോദരനും അച്ഛനുമെല്ലാം അവന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും നീ എന്തിനാ ഒരു താല്പര്യമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ നീ വരിച്ചതെന്തിനാ? ഞാനൊരു ഭീരുവാണ്, രാജാക്കന്മാരെ ഭയപ്പെട്ട് സമുദ്രമധ്യത്തിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നവനാണ്, ബലവാന്മാരോട് ശത്രുതയുണ്ടാക്കി, മാത്രമല്ല രാജ്യസിംഹാസനത്തിലിരിക്കാനുള്ള അർഹതയുമില്ല. എന്തൊക്കെ മാർഗമാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള എന്നെ വരിക്കുന്ന സ്ത്രീകൾ കഷ്ടപ്പെടുകയേ ഉള്ളൂ. ഒന്നുമില്ലാത്തവനാണ് ഞാൻ, എന്നെ സേവിക്കുന്നവരും ഒന്നുമില്ലാത്തവരാണ്. അതുകൊണ്ട് ധനികന്മാരും ഐശ്വര്യമുള്ളവരും പ്രതാപികളും ഒന്നും എന്നെ ഭജിക്കാറില്ല. ഇനി വിവാഹം എന്ന് പറയുന്നത് സമാനന്മാർ തമ്മിലാണ് യോജിക്കുക, ഉത്തമാധമന്മാർ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അങ്ങനെ ഇരിക്കെ നീ എന്തിനാ അസമനായ എന്നെ സ്വീകരിച്ചത്? നിന്നോളം യോഗ്യതയൊന്നുമില്ലല്ലോ എനിക്ക്. ഇതൊന്നും അറിയാതെ ദീർഘദൃഷ്ടിയില്ലാത്തത് കൊണ്ടാണ് ഏതൊക്കെയോ ഭിക്ഷുക്കൾ വന്ന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് നീ എന്നെ തന്നെ, ഗുണഹീനനായ എന്നെ തന്നെ വരിച്ചു. സാരമില്ല, ഇപ്പോൾ ഒട്ടും വൈകിട്ടില്ല. നീ നിനക്ക് യോഗ്യനായിട്ടുള്ള, അനുരൂപനായിട്ടുള്ള ഒരു ക്ഷത്രിയ ശ്രേഷ്ഠനെ ഇപ്പോഴും വരിച്ചോളൂ. എങ്കിലേ നിനക്ക് നിന്റെ ഈ ലോകത്തും പരലോകത്തുമുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അന്ന് എന്തിനാ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് എന്നാണെങ്കിൽ, ആ ശിശുപാലനും ജരാസന്ധനും ദന്തവക്രാദികളും നിന്റെ ജ്യേഷ്ഠൻ രുക്മിയും ഒക്കെ എന്നോട് വെറുതെ ദ്വേഷം വെച്ച് പുലർത്തുന്നു, എന്നെ അവരെ നിന്ദിക്കുന്നു. അപ്പോൾ അവരുടെ വീര്യമതാന്തത്തെ, അവരുടെ ദർപ്പത്തെ അടക്കാൻ വേണ്ടി ഞാൻ നിന്നെ അപഹരിച്ചു കൊണ്ടുവന്നതാണ്. അതെൻ്റെ ഒരു സ്വഭാവമാണെന്ന് വെച്ചോ. അഹങ്കാരികളുടെ അഹങ്കാരമടക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. ആ കൂട്ടത്തിൽ ഞാൻ അത് ചെയ്തതാണ്. നിന്നോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. എനിക്ക് യാതൊന്നിലും താല്പര്യമില്ല, ഉദാസീനനാണ് ഞാൻ. സ്ത്രീകളോ മക്കളോ ധനമോ ഒന്നിലും യാതൊരു കാമവുമില്ലാത്തവനാണ്. ആത്മലബ്ധി കൊണ്ട് തന്നെ സ്വയം പൂർണ്ണനായിരിക്കുന്നു. ഞാൻ ഗൃഹത്തിലും
ദേഹത്തിലുമൊന്നും ഒരു തരത്തിലുള്ള ക്രിയകളും താല്പര്യപ്പെടുന്നവനല്ല. അതുകൊണ്ട് നിനക്കിഷ്ടം പോലെ ചെയ്യാം, ഇനിയും വൈകിട്ടില്ല, ഇഷ്ടമുള്ള രാജാവിൻ്റെ കൂടെ പോകാം. ഇങ്ങനെ ഭഗവാൻ രുക്മിണിയെ പരീക്ഷിച്ചുകൊണ്ട്, രുക്മിണിയുടെ ദർപ്പത്തെ ഹനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ് ഉപരമിച്ചു എന്ന് പറഞ്ഞു. ആ ഭഗവാനിൽ നിന്ന് ത്രിലോകേശപതിയായ, അതുപോലെ ആത്മനഃ പ്രിയസ്യ, തൻ്റെ പ്രിയനുമായിരിക്കുന്ന ആ ഭഗവാനിൽ നിന്ന് അശ്രുതപൂർവം അപ്രിയം, മുമ്പ് ഇതുപോലെ കേട്ടിട്ടേ ഇല്ല, ഇത്രയും അപ്രിയമായിട്ടൊരു കാര്യം കേട്ടിട്ട് ഭയപ്പെട്ടവളായി, ഹൃദയത്തിൽ വിറയലുണ്ടായവളായി, വേപതുള്ളവളായി, ദുരന്താം ചിന്താം ജഗാമ, കരഞ്ഞുകൊണ്ടവൾ അന്തമില്ലാത്ത ഒരു ചിന്തയെ പ്രാപിച്ചു. ഇനിയിപ്പോൾ എന്താ താൻ ചെയ്യേണ്ടത്? തന്നെ ഭഗവാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, തനിക്ക് എന്താണ് ഗതി? താൻ ഇനി ആരെ ആശ്രയിക്കും? ഏറ്റവും ആശ്രയയോഗ്യനായിട്ടുള്ള ഒരാളെയാണ് താൻ ആശ്രയിച്ചത്. ബാക്കി എല്ലാവരും അനിത്യ സ്വഭാവമുള്ളവരാണ്, ശാശ്വതമായിട്ടൊന്നുമില്ല ഈ ലോകത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭഗവാനെ ആശ്രയിച്ചത്. ആ ഭഗവാൻ തന്നെ ഉപേക്ഷിച്ചാൽ താൻ എവിടേക്ക് പോകും? ഇങ്ങനെ തൻ്റെ പാദനഖങ്ങളെ കൊണ്ട് ഭൂമിയിൽ ലേഖനം ചെയ്യുന്നവളായി, കണ്ണുനീർ ധാരയായി ഒഴുക്കിക്കൊണ്ട്, അഞ്ജനം കലർന്ന കണ്ണുനീർ കൊണ്ട് കുജകുങ്കുമങ്ങളെ കഴുകി കളയുന്നവളായി, അധോമുഖിയായി, അതിദുഃഖത്തോടുകൂടി വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയവളായി, രുദ്ധവാക് തസ്തൗ, അവൾ അങ്ങനെ സ്ഥിതി ചെയ്തു കുറച്ചു നേരം. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അങ്ങനെ ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും ശോകം കൊണ്ടും ബുദ്ധി നഷ്ടപ്പെട്ടവളായിട്ടുള്ള, ബോധം നഷ്ടപ്പെട്ടവളായിട്ടുള്ള അവളുടെ കൈകളിൽ നിന്ന് വളകൾ ഊരി വീഴാൻ തുടങ്ങി. അതിൽ നിന്ന് ആ വ്യജനവും പതിച്ചു, വീശറിയും പതിച്ചു. ആ വൈക്ലഭ്യത്തോടുകൂടിയ, ബുദ്ധിയോടുകൂടിയ അവൾക്ക് മോഹാലസ്യമുണ്ടായി. അവളുടെ ദേഹം കൊടുങ്കാറ്റിനാൽ വീഴ്ത്തപ്പെടുന്നൊരു വാഴയെപ്പോലെ, തലമുടിയെല്ലാം പിരിച്ച് അഴിഞ്ഞ പോലെ ആയിട്ട് അവളവിടെ പതിച്ചു വീണു, വെട്ടിയിട്ട വാഴ പോലെ വീണു. ഇത് കണ്ടതായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ആ പ്രിയയുടെ തന്നോടുള്ള പ്രേമബന്ധനത്തെ മനസ്സിലാക്കി, താൻ പറഞ്ഞ ഹാസ്യത്തിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കാത്തവളായ നിഷ്കളങ്കയാണവൾ, താൻ തമാശ പറഞ്ഞതിനെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയില്ലാത്ത, അങ്ങനൊരു വക്രമായി ചിന്തിക്കാത്ത പാവനിഷ്കളങ്കയാണ് എന്ന് കരുണയോടെ കരുതിയ ഭഗവാൻ ആ ദേവിയോട് അന്വകമ്പത, അല്ലാതെ അനുകമ്പയെ പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ പര്യങ്കത്തിൽ നിന്ന് ചാടി ഇറങ്ങി 4 കൈകളെ കൊണ്ട് അവളെ താങ്ങിയെടുത്തുകൊണ്ട് അവളുടെ തലമുടിയെ ഒതുക്കി അവളുടെ മുഖത്തെ തുടച്ചു കൊടുത്തു തൻ്റെ പത്മപാണി കൊണ്ട്. കണ്ണുനീരുകളും കണ്ണുനീരുള്ള നേത്രങ്ങളെയും അതുപോലെ കണ്ണുനീർ വീണ് നനഞ്ഞ സ്ഥലങ്ങളെയും ഭഗവാൻ തുടച്ചു കൊടുത്തു. കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തു. വേറൊരാളെയും ഒന്നിനും ആശ്രയിക്കാത്തവളായ, തന്നെ തന്നെ പരിപൂർണമായി ആശ്രയിച്ചിരിക്കുന്നവളായ ആ പതിവ്രതയായ ദേവിയെ ഭഗവാൻ വാക്കുകളെ കൊണ്ട് സാന്ത്വജ്ഞനായിട്ടുള്ള അദ്ദേഹം സാന്ത്വനിപ്പിക്കുകയാണ് കൃപണയായ ദീനയായ അവളെ. ഭഗവാന്റെ ഹാസ്യപ്രൗഢി കൊണ്ട് ഭ്രമിച്ച ചിത്തത്തോടു കൂടിയവളും അതദർഹാം, വാസ്തവത്തിൽ അവൾ അത് അർഹിക്കാത്തവളാണ്. ഇത്രയും ഗുരുതരമായി അവളെ പരീക്ഷിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതദർഹാം എന്ന് പറയുന്നത് നത് അർഹതി, അവളത് അർഹിക്കുന്നില്ല, ഇത്രയും ഗുരുതരമായിട്ട് വേണ്ടിയിരുന്നില്ല അല്ലേ? ഭഗവാൻ രുക്മിണി ദേവിയെ ഇങ്ങനെ കരയിപ്പിക്കേണ്ടിയിരുന്നില്ല, അവളത് അർഹിക്കുന്നില്ല. അത്രയും ഭഗവാനെ തന്നെ ആശ്രയിച്ച പാവമാണ്, നിഷ്കളങ്കയാണ്. ഹാസ്യപ്രൗഢി ഭ്രമച്ചിത്താം, ഭഗവാന്റെ ഹാസ്യത്തിൻ്റെ പ്രൗഢി കൊണ്ട് ചിത്തം ഭ്രമിച്ചവൾ. അത്രയും ഗുരുതരമായൊരു ഹാസ്യം വേണ്ടിയിരുന്നോ ഭഗവാനെ എന്ന് അല്ലേ? രുക്മിണിയോട് അധികം പ്രേമമുള്ളവര് ഭഗവാനോട് ചോദിച്ചു പോകും. എന്നാലും ഭഗവാനെ ഇത്രയൊക്കെ വേണോ എന്ന്. രുക്മിണിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കും ചിലര് അല്ലേ?
കൃഷ്ണനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ കുഴപ്പമില്ല, രുക്മിണിയായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ കുറച്ചൊരു വിഷമം തോന്നും. ഭഗവാൻ എന്താ ഇങ്ങനെയൊക്കെ ഭക്തന്മാരെങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? എന്താ ഭഗവാന്റെ ഒരു വല്ലാത്ത വിനോദമാണല്ലോ. ഭഗവാൻ ഒരു സാഡിസ്റ്റാണോ? അങ്ങനെയല്ല. ഭഗവാൻ രുക്മിണിയുടെ ഭഗവാനോടുള്ള സമർപ്പണം, സ്നേഹം, അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. നോക്കൂ, ഈ രുക്മിണിയെ പോലെ ആവണം നിങ്ങളൊക്കെ എന്ന് പരിപൂർണ സമർപ്പണം ചെയ്യൂ, രുക്മിണിയെ പോലെ നിഷ്കളങ്കരാവൂ, എന്നെ മാത്രം ആശ്രയിക്കൂ എന്ന് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഒരു മാതൃക കാണിച്ചു തരികയാണ് രുക്മിണി. എന്തായാലും ഭഗവാൻ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, ഹേ വൈദർഭി, മാം പ്രതി മാ അസൂയേത, എന്നെക്കുറിച്ച് നീ തെറ്റിദ്ധരിക്കരുതേ, ദ്വേഷം വിചാരിക്കരുതേ, ദോഷം വിചാരിക്കരുതേ. നീ എന്നിൽ തന്നെ പരായണയാണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ കളിയായിട്ടല്ലേ ആചരിച്ചത്. ശ്വേല്യ ആചരിതമങ്കനെ പ്രേമസംരംഭസ്ഫുരിതാതരം മുഖം വീക്ഷിതും. പ്രേമകോപം കൊണ്ട്, കലഹം കൊണ്ട് ശോഭിച്ചിരിക്കുന്ന വിറയ്ക്കുന്നതായിട്ടുള്ള നിന്റെ ചുണ്ടുകളോടുകൂടിയ മുഖത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും, നിന്റെ ആ കടാക്ഷേപ അരുണാപാംഗം, അഗ്രം കൊണ്ട് എന്നെ അസ്ത്രമെയ്യും പോലെ ആക്ഷേപിക്കുന്ന എന്താണ് അരുണ അപാംഗം, നിന്റെ ചുവന്ന കടക്കണ്ണ്, ആ ചുവന്ന കടക്കണ്ണ് കൊണ്ട് എന്നെ അമ്പെയ്യും പോലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തണം. അത് കാണാനും സുന്ദര ഭ്രുകുടീതടം, നിന്റെ ആ പുരികക്കൊടികളൊക്കെ ഇങ്ങനെ വളയുന്നതും അതിൻ്റെ ആ ഒരു കോപ സംരംഭ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതും എല്ലാം കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇതല്ലേ ഗൃഹസ്ഥാശ്രമികൾക്ക് ഗൃഹത്തിൽ കിട്ടുന്ന ഏക ലാഭം, ഇതല്ലേ പരമമായിട്ടുള്ള ലാഭം. നർമ്മൈർ നീയതേ യാമഹ പ്രിയയാ ഭീരു ഭാമിനി. നീ ഇത്രയൊക്കെ ഭയപ്പെട്ടോ ഭീരു? നീ സുന്ദരിയല്ലേ? പ്രിയയോടുകൂടെ ഭർത്താക്കന്മാർക്ക് നർമ്മങ്ങളെ കൊണ്ട് കാലം കഴിക്കുന്നതല്ലേ. കിട്ടുന്ന ഒഴിവു സമയങ്ങൾ എങ്ങനെയല്ലേ കഴിക്കേണ്ടത്? അതിനെ ആസ്വദിക്കുകയല്ലേ വേണ്ടത്, അതിനെ വേണ്ട പോലെ എടുക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇത്രയൊക്കെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. താൻ പറഞ്ഞത് വെറും കേളിയാണ്, തമാശയാണ്, നർമ്മമാണ് എന്ന് ദേവിയെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഭഗവാനാൽ പരിസാന്ധിതയായ വൈദർഭി തത് പരിഹാസോക്തിം ജ്ഞാത്വ, ഭഗവാന്റെ ആ പരിഹാസ ഉക്തികളുടെ താല്പര്യം അറിഞ്ഞ് പ്രിയത്യാഗഭയം ജഹോ, ആ പ്രിയൻ തന്നെ ത്യജിക്കും എന്നുള്ളതായിട്ടുള്ള ഭയത്തെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാന്റെ മുഖത്തെ വീക്ഷിച്ചുകൊണ്ട് ആ ഭഗവാനോട് ലജ്ജയോടും മന്ദഹാസത്തോടും രുചിരമായ സ്നിഗ്ധ അപാംഗേന കടക്കണ്ണുകൊണ്ട് മനോഹരമായി ഭഗവാനെ നോക്കിക്കൊണ്ട്, നാലും ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ, ഞാൻ അങ്ങോട്ട് ആകെ പേടിച്ചു പോയില്ലേ എന്ന മട്ടില് ദേവി തൻ്റെ ആ ഒരു പരിഭവമെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാനെ നോക്കുന്നു. നോക്കിക്കൊണ്ട് ഭാഷണം ചെയ്യുന്നു. പിന്നെ ആ രുക്മിണി ദേവിയുടെ ഭഗവാനോടുള്ള മറുപടി, പരിഭവപൂർണമായിട്ടുള്ള ഭഗവാനെ തിരിച്ച് ചില രീതിയിൽ ആവുന്ന രീതിയിൽ ഓരോ കൊട്ടു കൊടുക്കാൻ. തനിക്കിട്ട് കൊട്ടു തന്നില്ലേ, അപ്പം അതിന് തിരിച്ചും കൊട്ടു കൊടുത്താലല്ലേ ശരിയാവുള്ളൂ അല്ലേ. അതിനുള്ള സ്വാതന്ത്ര്യം ദേവിക്കുണ്ടിപ്പോൾ. ഭഗവാൻ കളിയായിട്ട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി തനിക്കും കളിക്കാനുള്ള അല്ലേ. ഒരാൾ അങ്ങോട്ട് കളിക്കുമ്പോൾ തിരിച്ച് കളിച്ചാലേ കളി ഉഷാറുള്ളൂ, കളി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരാൾ സീരിയസും ഒരാൾ മാത്രം കളിക്കുകയും ചെയ്യുമ്പോൾ കളിയാവുന്നില്ല. അപ്പോൾ ദേവിക്കും അതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ദേവിക്കും ഭഗവാനെ പരിഹസിച്ചുകൊണ്ടോ ഭഗവാൻ പറഞ്ഞതിന് മറുപടിയായിട്ട് എന്ത് വേണമെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് പരിഭവം കലർത്തിക്കൊണ്ട്, പരിഹാസം കലർത്തിക്കൊണ്ട് ഒക്കെ മറുപടി കൊടുക്കാം.
ആ രീതിയിലാണ് ദേവി ഇനി മറുപടി കൊടുക്കുന്നത്. ഭഗവാൻ സംവാദം ചെയ്തപ്പോൾ രുക്മിണിയോട് പല കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ല എന്ന്. അതിന് തനിക്ക് കുറേ ദോഷങ്ങൾ എടുത്തെടുത്തെടുത്ത് പറഞ്ഞു. ഒരു 16 ദോഷങ്ങളാണ് ഭഗവാൻ തന്നെക്കുറിച്ച് ദേവിയോട് പറയുന്നത്. രുക്മിണിക്ക് ചില ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു 2-3 ദോഷങ്ങൾ രുക്മിണിക്കും പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ മറുപടി ആ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള 16 ദോഷങ്ങളെയും ദേവി എങ്ങനെ അത് ഗുണങ്ങളായി പുകഴ്ത്തി പറയുന്നു, അതിന് മറുപടി പറയുന്നു. തൻ്റെ ദോഷങ്ങൾ അത് തനിക്ക് എത്രത്തോളം ഗുണകരമായി തീർന്നു എന്നുള്ള കാര്യങ്ങളും ദേവി മറുപടിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഭഗവാന്റെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ തുല്യമായിട്ട് തന്നെ ദേവി മറുപടി പറയുന്നുണ്ട്. ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്, നമ്മൾ തമ്മിൽ സാദൃശ്യമില്ല, അസമനാണ് ഞാൻ, നമ്മൾ തമ്മിൽ സദൃശനല്ല. പിന്നെ രാജാക്കന്മാരെ പേടിച്ചിട്ടാണ് ഞാൻ സമുദ്രത്തിൽ വന്നൊളിച്ചിരിക്കുന്നത്. ഞാൻ സമുദ്രത്തെ ആശ്രയിച്ച് ഒളിച്ചിരിക്കുന്ന ഭീരുവാണ്. ബലവാന്മാരോട് ശത്രുതയുള്ളവനാണ്, അല്ലേ? രാജപദവി ഇല്ലാത്തവനാണ്. അതുപോലെ ആചാരാദികളൊന്നും സ്പഷ്ടതയില്ലാത്തവനാണ്. ലൗകികന്മാർ സ്വീകരിക്കാത്ത ആചാരങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ്. സ്ത്രീകളെ യാതൊരു താല്പര്യവുമില്ല, അവരെ സന്തോഷിപ്പിക്കാനുള്ള മിടുക്കൊന്നുമില്ല. ധനമില്ലാത്ത നിഷ്കിഞ്ചനാണ്. പിച്ചക്കാര് ദരിദ്രന്മാരാണ് തനിക്ക് ഇഷ്ടമായിരിക്കുന്നവർ. ധനികന്മാർ തന്നെ ആശ്രയിക്കാറില്ല. വിവാഹത്തിന് വേണ്ടുന്ന യോഗ്യത ഒന്നും തന്നെ തനിക്കില്ല. ഒരു ഗുണവുമില്ലാത്തവനാണ്. വെറുതെ ചില താടിക്കാരൊക്കെ എന്നെക്കുറിച്ച് സ്തുതിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഗർവിഷ്ഠനായി പോയി. ഉദാസീനനാണ് ഞാൻ. സ്ത്രീകളോടോ കുട്ടികളോടോ ധനത്തോടോ ഒട്ടും കാമമില്ലാത്തവനാണ്. കാമുകനല്ല ഞാൻ എന്നൊക്കെ എണ്ണി പറഞ്ഞു. അതുപോലെ രുക്മിണിക്ക് പറഞ്ഞത്, സ്വന്തം ഭർത്താവിന് എന്തൊക്കെ ദോഷമുണ്ടോ ആ ദോഷം കാണാൻ കഴിവില്ലാത്തവളാണ്, വിവേകമില്ലാത്തവളാണ്, ദീർഘദൃഷ്ടി ഇല്ലാത്തവളാണ്, അല്ലേ? രാജാക്കന്മാർ, നല്ല ഗുണമുള്ളതായിട്ടുള്ള രാജാക്കന്മാരെ സ്വീകരിക്കാതെ ഒരു ഗുണവുമില്ലാത്ത എന്നെ സ്വീകരിച്ച മൂഢയാണ്. ഇങ്ങനെയൊക്കെ ദേവിയെയും ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് ഭഗവാന്റെ ദോഷങ്ങളൊക്കെ ഭഗവാന്റെ ഉത്കൃഷ്ട ഗുണങ്ങളായിട്ട് ദേവി വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. നോക്കാം. രുക്മിണ്യുവാച നന്വേവമേതരവിന്ദവിലോചനാഃ യദ്വൈ ഭവാൻ ഭഗവതോ അസദൃശീ വിഭൂമ്നഃ ക്വസ്വേ മഹിമ്യഭിരതോ ഭഗവാൻ ത്രയീശഃ ക്വാഹം ഗുണപ്രകൃതിഃ അജ്ഞഗൃഹീതപാദാ. രുക്മിണ്യുവാച നന്വേവമേതരവിന്ദവിലോചനാഃ യദ്വൈ ഭവാൻ ഭഗവതോ അസദൃശീ വിഭൂമ്നഃ ക്വസ്വേ മഹിമ്യഭിരതോ ഭഗവാൻ ത്രയീശഃ ക്വാഹം ഗുണപ്രകൃതിഃ അജ്ഞഗൃഹീതപാദാ. അപ്പോ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞുല്ലോ, അസമൻ ആണ്, നമ്മൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ല, ഞാൻ വളരെ അധമനാണ്, നീ വലിയ ശ്രേഷ്ഠയാണ്, വലിയ കുലത്തിൽ ജനിച്ചവളാണ്
എന്നുള്ള തൻ്റെ യോഗ്യതയില്ലായ്മയെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു. കസ്മാന്നോ വവൃഷേ അസമാൻ, എന്തിനാ ഈ അസമനായ എന്നെ വരിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയാണ്. അങ്ങ് പറഞ്ഞില്ലേ, നനു ഏവം ഏതത് അരവിന്ദലോചന ആഹ. അരവിന്ദലോചന, താമരക്കണ്ണ എന്ന് വിളിക്കുന്നതിലൂടെ തന്നെ ഭഗവാന്റെ ആ ഒരു സൗന്ദര്യാതിരേകത്തെ സൂചിപ്പിച്ചു. അങ്ങ് എത്ര സുന്ദരനാണ്. ആ സുന്ദരനായിട്ടുള്ള ഭവാൻ യത് ആഹ, അങ്ങ് എന്ത് പറഞ്ഞു? ഏതൊന്നാ പറഞ്ഞത്? ഏതദേവ നനു, അത് അങ്ങനെ തന്നെ, ശരി തന്നെയാണ് അങ്ങ് പറഞ്ഞത്. യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ്. എന്താണ്? നമ്മൾ തമ്മിൽ സമന്മാരല്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്താണ്? എങ്ങനെയാണത്? അങ്ങ് പറഞ്ഞ പോലെയല്ല. പക്ഷേ എനിക്കൊരഭിപ്രായം പറയാനുണ്ട്. വാസ്തവം ഞാൻ പറയാം. അങ്ങ് കളിയാക്കി പറഞ്ഞു, ഞാൻ ശരിക്കുള്ള ഉത്തരം പറയാം. നമ്മൾ തമ്മിൽ ഒട്ടും ചർച്ചയില്ല. എന്താ ചർച്ചയില്ലാത്തത്? വിഭൂംനഃ ഭഗവതഃ അസദൃശീ, വിഭൂമാവായ ഭഗവാനായ അങ്ങയ്ക്ക് ഞാൻ അസദൃശിയാണ്, സദൃശയല്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞുവല്ലോ. അത് സത്യം തന്നെ. കാരണം അങ്ങാരാണ്? വിഭൂമ. വിഭൂമ വിശേഷേണ ഭൂമ, ഏറ്റവും വലിയവൻ. ബ്രഹ്മം, പരബ്രഹ്മം തന്നെയാണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ ആധാരമായിരിക്കുന്ന പരമതത്വം. ആ പരമതത്വവുമായിട്ട് എനിക്ക് ഒരു ചർച്ചയുമില്ല, അല്ലേ? അങ്ങ് ഭഗവാനാണ്. ഭഗവാനായ അങ്ങ് വിഭൂമാവാണ്. വിഭൂമാവായ അങ്ങയുമായിട്ട് വാസ്തവത്തിൽ എനിക്ക് യാതൊരു ചർച്ചയുമില്ല. ഇവിടെ വളരെ സൂക്ഷ്മമായിട്ടൊരർത്ഥം പറഞ്ഞാൽ, മായ എന്നുള്ള തത്വമായിട്ട് ദേവിയെ ഉപമിച്ചാൽ ഭഗവാൻ പരബ്രഹ്മം. പരബ്രഹ്മത്തിൽ വാസ്തവത്തിൽ മായ ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാരമാർത്ഥിക തലത്തിൽ ഇല്ല. വ്യാവഹാരിക തലത്തിലേക്ക് വരുമ്പോഴാണ്, ഈ നാനാത്വം കാണുമ്പോഴാണ്, നാനാത്വത്തെ ഏകത്വത്തിൽ ആരോപിക്കുമ്പോഴാണ് ഏകമായ ആ സത്തിൽ സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഏകവും അദ്വിതീയവുമായ ആ പരബ്രഹ്മം, അതാണ് സത്തായിട്ട് മുമ്പേ ഉണ്ടായിരുന്നത്. രണ്ടാമതൊരു വസ്തു ഇല്ല. അദ്വിതീയം, നദ്വിതീയം, രണ്ടാമതൊരു വസ്തു ഇല്ല. അപ്പോൾ മായ എന്നത് സൃഷ്ടിയുള്ളപ്പോൾ മാത്രം ആരോപിക്കുന്നതാണ്. അപ്പോഴാണ് ഭഗവാനാവുന്നത്. അപ്പോൾ ഭഗവാൻ എന്നറിയപ്പെടുന്ന അങ്ങ് വിഭൂമാവാണ്. യഥാർത്ഥത്തിൽ വിഭൂമാവാണ്. വ്യാവഹാരിക തലത്തിലാണ് അങ്ങ് ഭഗവാനാകുന്നത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗുണങ്ങളോട് കൂടിയവനായി. ഗുണങ്ങളൊക്കെ ആ മായ കൊണ്ട് തോന്നുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങേക്ക് തുല്യയല്ല എന്ന് പറയുന്നത് വാസ്തവം തന്നെയാണ്. അജയാണ് ഞാൻ, ഇല്ലാത്തവളാണ്, ജനിക്കാത്തവളാണ്. ജഗത്തുള്ളപ്പോൾ മാത്രമേ എനിക്ക് അസ്തിത്വമുള്ളൂ. എനിക്ക് അസ്തിത്വമുണ്ടാകുമ്പോൾ എവിടുന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് അങ്ങയിൽ നിന്ന് വന്നു എന്ന് പറയാനുള്ളത്. അങ്ങയോട് ചേർന്നിരിക്കുകയായിരുന്നു, ഭഗവാനോട്, ബ്രഹ്മത്തോട് ചേർന്നിരിക്കുകയായിരുന്നു, അല്ലേ? ത്രിഗുണാത്മിക മായ ആ ബ്രഹ്മത്തോട് ചേർന്നിരിക്കുകയായിരുന്നു സൃഷ്ടിക്ക് മുമ്പേ. സൃഷ്ടി ഉണ്ടായപ്പോൾ ആ മായയാണ് സൃഷ്ടിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ആചാര്യ ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയുന്ന ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ, മായയെക്കുറിച്ച് പറയും. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനംഗാപ്യുഭയാത്മികാനോ മഹാദ്ഭുതാ നിർവചനീയ രൂപ.
ഈ സൃഷ്ടിയുള്ളപ്പോൾ നമുക്ക് ആ മായ അത്ഭുതമാണ് എന്ന് പറയാം. പരമാർത്ഥം ദർശിച്ചു കഴിഞ്ഞാൽ സത്യം പരം ധീമഹി എന്ന് പറയുമ്പോൾ മായ എവിടെ പോയി ചോദിക്കും. മായയെ തരണം ചെയ്തവർക്ക് മായ ബാധകമല്ല, മായ സ്പർശിക്കുന്നില്ല. അവര് മായയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മായയാൽ പീഡിതരായി അല്ലെങ്കിൽ ഭ്രമിക്കപ്പെട്ടവരായി അഘടിത ഘടനാ പടീയസിയായ മായയാൽ പലതും അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാനോട് മായയ്ക്ക് യാതൊരു ചർച്ചയും ഇല്ല എന്നുള്ളതാണ് പാരമാർത്ഥികമായിട്ട് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് കഥയിൽ നോക്കാം. കഥയിൽ ദേവി പറയുന്നത് എന്താണ്? അങ്ങ് ആരാണ്? അങ്ങ് വിഭൂമാവും ഭഗവാനുമായ അങ്ങയുടെ സ്വേ മഹിംനി അഭിരതഃ, സ്വേ മഹിംനി സ്വന്തം മഹിമാവിൽ അഭിരമിക്കുന്നവനായ, സച്ചിദാനന്ദ സ്വരൂപത്തിൽ അഭിരമിക്കുന്നവനായ ത്രയധീശഃ, ഈ മൂന്ന് ലോകങ്ങളുടെയും ത്രിമൂർത്തികളുടെയും എല്ലാ തൃത്വങ്ങൾക്കും അധീശനായിരിക്കുന്ന ഭഗവാനായ അങ്ങ് എവിടെ കിടക്കുന്നു? ക്വ എന്നുള്ളത് ചോദ്യമാണ്. എവിടെ കിടക്കുന്നു? അങ്ങയുടെ യോഗ്യത എവിടെ കിടക്കുന്നു? പരബ്രഹ്മസ്വരൂപനായ അങ്ങ് എവിടെ കിടക്കുന്നു? ഭഗവാനായ അങ്ങ് എവിടെ കിടക്കുന്നു? അങ്ങനെയുള്ള അങ്ങയും അജ്ഞഗൃഹീതപാദ ഗുണപ്രകൃതി അഹം ക്വ. അജ്ഞഗൃഹീതപാദ പല അർത്ഥത്തിലും അജ്ഞന്മാരാണ് എൻ്റെ പാദം പിടിച്ചിരിക്കുന്നത്. ഇവിടെ ശിശുപാലാദികൾ ഭഗവതിയെ രുക്മിണിയെ ആഗ്രഹിച്ചു, ഭജിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? ശിശുപാലാദികൾ ദേവിയെ കൊതിച്ചു, ദേവിയെ കിട്ടാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അവരും അജ്ഞന്മാരാണ്, അതുകൊണ്ടാണ് അവരൊക്കെ എൻ്റെ പുറകെ വന്നത്. വാസ്തവത്തിൽ അവർക്ക് വിവരമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങയെയായിരുന്നു പിടിക്കേണ്ടിയിരുന്നു, അല്ലേ? അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇതറിഞ്ഞുകൊണ്ട് ശിശുപാലാദി രാജാക്കന്മാരൊക്കെ വാസ്തവത്തിൽ ഭജിക്കേണ്ടിയിരുന്നത് അങ്ങയെയായിരുന്നു. പക്ഷെ അവര് അജ്ഞന്മാരായതുകൊണ്ട് അവര് സുന്ദരിയും അല്ലേ, എന്താ പറയുക, എല്ലാ യോഗ്യതകളും തികഞ്ഞവളുമായിട്ടുള്ള എന്നെ അവർക്ക് സുഖം കൊടുക്കുമെന്നുള്ള ഭ്രമം കൊണ്ട് എൻ്റെ പാദം പിടിച്ചു, അഥവാ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അത് ഇവിടെ പ്രത്യക്ഷാർത്ഥം. അജ്ഞരായ ശിശുപാലാദികളാൽ സ്വീകരിക്കപ്പെട്ടവൾ, പാദം ഗ്രഹിക്കപ്പെട്ടവൾ. പിന്നെ ഒരർത്ഥത്തിൽ മഹാലക്ഷ്മി എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചാൽ മഹാലക്ഷ്മിയെ ആരാ ഭജിക്കുന്നത്? ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അല്ലാതെ മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരെയാ ഭജിക്കേണ്ടത്? ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ താപങ്ങളിൽ നിന്നും ശാശ്വതമായിട്ടുള്ള മോചനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭജിക്കേണ്ടത് ഭഗവാനെയാണ്. പക്ഷെ അതിൽ ആ ഒരു വിവേകമില്ലാത്ത, നിത്യാനിത്യ വിവേകമില്ലാത്ത അജ്ഞന്മാർ ആരുടെ പാദം ഗ്രഹിക്കുന്നു? തൽക്കാലത്തേക്കുള്ള സുഖത്തിനായിക്കൊണ്ട് ലക്ഷ്മീ ഭജനം ചെയ്യുന്നു. ആ അർത്ഥത്തിലും ലക്ഷ്മീ ദേവി എന്നുള്ള അർത്ഥത്തിലും അജ്ഞഗൃഹീത പാദ. മറ്റൊരർത്ഥത്തിൽ അറിവില്ലാത്ത, വിചാരം ചെയ്യാത്ത മൂഢന്മാർ മായയിൽ ഭ്രമിച്ചു പോകുന്നു. ആ മായ കൊണ്ട് അവർ ഭഗവാനെ അറിയുന്നില്ല. അപ്പൊ അവരും മായയാൽ ഉണ്ടാക്കപ്പെട്ട ഈ ജഗത്തിൽ നാമരൂപങ്ങളിൽ ഭ്രമിച്ച് അതിൽ കിടന്ന് കുടുങ്ങിക്കിടക്കുന്നു. അവരൊക്കെ ഈ മായയുടെ പാദം പിടിച്ചവരാണ്. അജ്ഞഗൃഹീത പാദ, അജ്ഞന്മാർ ഗ്രഹിച്ചതാണ് മായാസ്വരൂപിണിയായ എന്നെ. അപ്പോൾ മായ എന്നുള്ള തലത്തിൽ, മഹാലക്ഷ്മി എന്നുള്ള തലത്തിൽ, രുക്മിണി എന്നുള്ള ഈ റോള്, മൂന്ന് തലത്തിലും അജ്ഞഗൃഹീത പാദ എന്ന് ആ ദേവിയുടെ വിശേഷണം വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നറിയാം. ഏതു തരത്തിലാണെങ്കിലും അങ്ങ് എവിടെ കിടക്കുന്നു? അജ്ഞഗൃഹീത പാദ ഗുണപ്രകൃതി അഹം. അഹം ഗുണപ്രകൃതി. എൻ്റെ സ്വഭാവം എന്താ? എൻ്റെ ഗുണമെന്താണ്? സത്വം, രജസ്, തമസ്. അങ്ങോ ഗുണാതീതൻ, നിർഗുണനും
അഥവാ ഗുണാതീതനുമാണ് അങ്ങ്. ജ്ഞാനോ സത്വം രജസ് തമസ് എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന വിഷമാവസ്ഥകളെ, വികാരത്തെ പ്രാപിക്കുന്ന വൃദ്ധിക്ഷയങ്ങളുള്ളതായിട്ടുള്ള വികൃതികളുള്ളതായിട്ടുള്ള ഈ പ്രകൃതിയാണ് ഞാൻ, ഗുണപ്രകൃതിയാണ് അഹം. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഞാനെവിടെ കിടക്കുന്നു, ശാശ്വതനായിട്ടുള്ള അങ്ങെവിടെ കിടക്കുന്നു, എന്താ പറയുക, ത്രിഗുണാത്മികയായിരിക്കുന്ന ഞാനെവിടെ കിടക്കുന്നു, നിർഗുണനായിരിക്കുന്ന ഗുണാതീതനായിരിക്കുന്ന അങ്ങെവിടെ കിടക്കുന്നു. നമ്മൾ തമ്മിൽ വാസ്തവത്തിൽ വിരുദ്ധ സ്വഭാവങ്ങളാണ്, ഒട്ടും ചേർച്ചയില്ലാത്തവരാണ്. അങ്ങ് പറഞ്ഞത് സത്യമാണ്. നമ്മൾ തമ്മിൽ അസദൃശി ആണ് അങ്ങേക്ക് ഞാനെന്ന് പറഞ്ഞില്ലേ? അത് അങ്ങ് പറഞ്ഞ അർത്ഥത്തിലല്ല, ഇവിടെ ഞാൻ പറയുന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞ് നല്ല രീതിയിലൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ഭഗവാന്റെ ആ ഒരു വാദത്തിന്. ആ വാദത്തെ ദേവി ഇങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. ഇങ്ങനെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. ദേവി പറഞ്ഞു തരുന്ന രീതിയിൽ ഭഗവാന്റെ മാഹാത്മ്യത്തെ നമുക്ക് കാണാം. അപ്പോൾ ഭഗവാൻ എവിടെ കിടക്കുന്നു, എല്ലാറ്റിനും നാഥനായിരിക്കുന്ന ഭഗവാൻ എവിടെ കിടക്കുന്നു, ഭഗവാനിൽ തൂങ്ങിക്കിടക്കുന്ന ആരോപിതയായിരിക്കുന്ന സത്യത്വമില്ലാത്തവളായ, ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവളായ മായയായ വ്യവഹാരത്തിൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ദേവി എവിടെ കിടക്കുന്നു. നന്മേവമേതരവിന്ദ വിലോചനാഹ യദ്വൈ ഭവാൻ ഭഗവതോ സദൃശീ വിഭുംനഃ ക്വ സ്വേ മഹിമ്യവിരതോ ഭഗവാൻ ത്രദീശഃ ക്വാഹം ഗുണപ്രകൃതിരജ്ഞഗൃഹീതപാദാൻ. ഇതിലേതെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്, മനസ്സിലായില്ലെങ്കിൽ അത്രയും നല്ലത്. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാം ദശ്യേതേ സമുദ്ര ഉപലംബനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയഗണൈഃ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈർനൃപപദം വിദുദം തമോന്ദം. സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാം ദശ്യേതേ സമുദ്ര ഉപലംബനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയഗണൈഃ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈർനൃപപദം വിദുദം തമോന്ദം. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, രാജാക്കന്മാരെ ഭയപ്പെടുന്നവനാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ സമുദ്രത്തെ ശരണം പ്രാപിച്ചത്. അല്ലേ? രാജഭ്യോ ബിഭ്യത സുബ്രു സമുദ്രം ശരണം ഗതഃ. സമുദ്രത്തെ ശരണം പ്രാപിച്ചു ഞാൻ രാജാക്കന്മാരെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങ് ആരാണ് വാസ്തവത്തില്? ഉരുക്രമ എന്നാണ് സംബോധന തന്നെ. ഉരുക്രമ, എന്താ ഉരുക്രമ? ഉരുവായ ക്രമങ്ങളോടുകൂടിയവൻ, വലിയ കാൽവെപ്പുകളോടുകൂടിയവൻ, വലിയ പ്രവൃത്തികളോടുകൂടിയവൻ. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതാണ് ഭഗവാന്റെ 3 ക്രമങ്ങൾ. ത്രിവിക്രമൻ എന്ന് പറയുന്നതിന് അങ്ങനെയും അർത്ഥമുണ്ട്. 3 അടികളെ കൊണ്ട് എല്ലാം അളന്നവൻ, ലോകങ്ങളെ മുഴുവൻ അളന്നവൻ, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന 3 അവസ്ഥകളെയും അളക്കുന്നവൻ, നിറഞ്ഞു നിൽക്കുന്നവൻ, ഭൂർഭുവസ്വഹ എന്ന 3 ലോകങ്ങളെയും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും 3 ക്രമങ്ങളെ ചെയ്യുന്നവൻ. എന്താ 3 ക്രമങ്ങൾ? സൃഷ്ടി സ്ഥിതി സംഹാരം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുക എന്ന ഏറ്റവും വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ഭഗവാൻ ഉരുക്രമൻ. അപ്പോൾ ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന അങ്ങയ്ക്ക് അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഏതാനും നിസ്സാരന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ഭയം എന്ന് പറയുന്നത് നല്ല തമാശയാണ് അല്ലേ? ഏതെങ്കിലും കൊശവൻ മണ്ണുകൊണ്ട് കുറച്ച് പാവകളെ ഉണ്ടാക്കിയിട്ട്
ആ പാവകളെ ഭയപ്പെടുന്നു ആ കൊശവൻ എന്ന് പറഞ്ഞാൽ എന്ത് തമാശയായിരിക്കും അല്ലേ? ഒരു ശില്പി തൻ്റെ കരവിരുത് കൊണ്ട് കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ കുറേ ശില്പങ്ങളുണ്ടാക്കി കളിക്കുമ്പോൾ ആ ശില്പങ്ങളിൽ നിന്ന് ആ ശില്പിക്ക് ഭയമുണ്ടോ? തമാശയല്ലേ? അപ്പം അതുപോലെയാണ് ഇവിടെ ഉരുക്രമനായ ഭഗവാൻ ഈ രാജാക്കന്മാരെയൊക്കെ നിസാരന്മാരെ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ട അല്പന്മാരായിട്ടുള്ളവരെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് തമാശയാണ്. അപ്പോൾ ഉരുക്രമ എന്നുള്ള വിളിയിൽ തന്നെ ഭഗവാന്റെ ആ എന്താ പറയുക, ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള പരിഹാസോക്തിയെ ദേവി തിരിച്ചടിച്ചു കഴിഞ്ഞു. ഹേ ഉരുക്രമ, മഹാപരാക്രമശാലിയായിട്ടുള്ളവനെ, ഈ ജഗത്തിനെ തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവനായിരിക്കുന്നവനെ, ഇനി അങ്ങ് ആരാണ്? ഉപലംബനമാത്ര ആത്മാ. യഥാർത്ഥത്തിൽ അങ്ങ് ചൈതന്യ ഘനസ്വരൂപനാണ്. ഉപലംബനമാത്രം, എല്ലാറ്റിനും ആശ്രയസ്വരൂപൻ. ഈ ജഗത്തിന്റെ മുഴുവൻ ആശ്രയസ്വരൂപനായിരിക്കുന്ന ആത്മാവാണങ്ങ്. ഉപലംബനമാത്ര ആത്മാ. എല്ലാം നിലനിൽക്കുന്നത് അങ്ങയാകുന്ന സത്യത്തിലാണ്. അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യം. അങ്ങനെയുള്ള ഭവാൻ ഗുണേഭ്യഃ ഭയാദിവ സമുദ്രേ അന്തഃ ഷേദേ സത്യം. എന്താണ്? ഭവാൻ ഗുണേഭ്യഃ ഭയാദിവ. ഇവിടെ ഗുണങ്ങളിൽ നിന്ന് ഭയം ഹേതുവായിട്ടെന്ന പോലെ ഇവിടെ രാജാക്കന്മാരെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, രാജാക്കന്മാരെന്നാൽ രജോ ഗുണമാണ്. രജോ ഗുണം മറ്റു 3 ഗുണങ്ങളുടെയും ഉപലക്ഷണമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളിൽ നിന്ന് ഭയപ്പെട്ടവനെ പോലെ ഗുണേഭ്യഃ ഭയാദിവ സമുദ്രേ അന്തഃ ശേദേ. സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് അങ്ങ് ശയിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. എന്താണത്? കതീന്ദ്രിയഗണൈഹി ത്വം നിത്യം കൃതവിഗ്രഹഃ അന്തം തമഃ നൃപപദം ത്വൽ സേവകൈഹി വിദുദം. അപ്പോൾ കതീന്ദ്രിയഗണൈഹി ത്വം നിത്യം കൃതവിഗ്രഹഃ, അതാണ് ഇതിനുള്ള മറുപടി. കതീന്ദ്രിയഗണൈഹി, കുൽസിതങ്ങളായ ഇന്ദ്രിയഗണങ്ങളോട് അങ്ങ് നിത്യം എപ്പോഴും കൃതവിഗ്രഹഃ, വിഗ്രഹം യുദ്ധം ചെയ്യുന്നു, കലഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ബഹിർമുഖങ്ങളായി സഞ്ചരിക്കുന്നവയാണ്. ആ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരിക്കലും ഭഗവാനെ കണ്ടെത്താൻ സാധിക്കില്ല. ഭഗവാൻ അതിൽ നിന്ന് ദൂരേക്ക് മാറി നിൽക്കുന്നവനാണ്. അന്തർമുഖരായിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ കഴിയുള്ളൂ. അപ്പം ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ബഹിർമുഖതയാണ്. ഭഗവാനിൽ നിന്ന് അകന്നു പോകലാണ്, ഭഗവാനോട് വിരോധം കാണിക്കലാണ്. അസുര സ്വഭാവമാണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം വെച്ചിട്ടാണ് അസുരന്മാരെന്ന് ആളുകളെ പറയുന്നത്. അപ്പോൾ എപ്പോഴും അസുരന്മാർ ഭഗവാനോട് യുദ്ധം ചെയ്യും പോലെ ഭഗവാനോട് വൈമുഖ്യം കാണിക്കുക, അകന്നു നിൽക്കുക എന്നത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരിക്കലും പിടിക്കാൻ കിട്ടുന്ന ആളല്ല ഭഗവാൻ. എപ്പോഴാണോ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി, അല്ലെ, കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. പരീക്ഷ ലോകാൻ അല്ല എന്താ പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂഹു തസ്മാത് പരാൻ പശ്യതി ന അന്തരാത്മൻ. നമ്മുടെ ഖാനി അഥവാ ഇന്ദ്രിയാണി പരാഞ്ചി, ബഹിർമുഖങ്ങളായി പരാങ്മുഖങ്ങളായി, വ്യതൃണത് സ്വയംഭൂ, സൃഷ്ടികർത്താവ് അതിനെ നശിപ്പിച്ചു, ബഹിർമുഖമായി സൃഷ്ടിച്ച് നശിപ്പിച്ചു. തസ്മാത് പരാങ് പശ്യതി, അതുകൊണ്ട് പുറത്തുള്ളത് മാത്രം കാണാനേ ഈ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ന അന്തരാത്മൻ, അന്തരാത്മാവിനെ ദർശിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ കതീന്ദ്രിയഗണൈഹി കൃതവിഗ്രഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുൽസിതങ്ങളായ ഇന്ദ്രിയഗണങ്ങളോട് അങ്ങ് എപ്പോഴും വിഗ്രഹം ചെയ്യുന്നവനാണ്, വിപരീതമായി വർത്തിക്കുന്നവനാണ് എന്നർത്ഥം.
യുദ്ധം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുന്നവൻ, വിപരീതമായി വർത്തിക്കുന്നവൻ. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നവൻ, ഗൂഢനായി അന്തസ്സമുദ്രേ സേതേ എന്ന് പറഞ്ഞു. സമുദ്രാന്തർഭാഗത്ത് ശയിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഹൃദയാകാശത്തിൽ ശയിക്കുന്നു, ചിതാകാശത്തിൽ ശയിക്കുന്നു. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല. ആ പറഞ്ഞത് വാസ്തവം തന്നെ. രജോഗുണ പ്രധാനങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭയപ്പെട്ടവൻ എന്നതുപോലെ, അവരോട് പിണങ്ങി നിൽക്കുന്നവൻ എന്നതുപോലെ ഗൂഢമായി അങ്ങ് മറഞ്ഞിരിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങയെ കാണാൻ കിട്ടില്ല. അപ്പോ അന്തം തമഹ നൃപപദം ത്വൽ സേവകൈഹി വിദുതം. അപ്പോൾ 3 ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ 3 ദോഷങ്ങൾക്ക് പരിഹാരം ഈ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തേതെന്താണ്? അങ്ങ് അന്തസ്സമുദ്രത്തിൽ ശയിക്കുന്നു, എല്ലാവരെയും ഭയപ്പെട്ടവൻ എന്ന പോലെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ ഭയപ്പെട്ടവൻ. ഇപ്പൊ രാജാക്കന്മാരെയും ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്ദ്രിയങ്ങളാകുന്ന രാജാക്കന്മാരെ ഭയപ്പെട്ടവൻ എന്നതുപോലെ അങ്ങ് സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്നു, നിഗൂഢനായി മറഞ്ഞിരിക്കുന്നു. അന്തസമുദ്രശ്വേത, അങ്ങ് ഒളിച്ചിരിക്കുന്നവനാണ് എന്ന് രണ്ടാമത്തേന് മറുപടി. അങ്ങ് ഇന്ദ്രിയങ്ങളോട് കൃതവിഗ്രഹനായിട്ട് മറഞ്ഞിരിക്കുന്നു. മൂന്നാമത് അന്തം തമഹ നൃപപദം ത്വൽ സേവകൈഹി അഭിവിദുതം, അങ്ങ് രാജപദവി ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങേക്ക് രാജപദവിയിൽ യാതൊരു താല്പര്യവുമില്ല. കാരണം രാജപദവി ആത്യന്തികമായിട്ടുള്ളതൊന്നുമല്ല, അത് വെറും കുരിശാണ്, അല്ലേ? അത് മുൾക്കിരീടമാണ്. അതുകൊണ്ട് ത്വൽ സേവകൈഹി അഭി നൃപപദം വിദുതം, അങ്ങയുടെ സേവകന്മാരായിട്ടുള്ള ആളുകൾ പോലും രാജപദവിയെ ഉപേക്ഷിക്കുന്നു. നമ്മുടെ രാജാക്കന്മാർ, പൂർവികരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഭഗവാനെ ഭജിക്കാൻ വേണ്ടി രാജപദവിയെ ഉപേക്ഷിച്ചിട്ടാണ് വനത്തിലേക്ക് ചെല്ലുന്നത്. പ്രഹ്ലാദന്റെ കഥയാണെങ്കിലും അല്ലെങ്കിൽ പ്രിയവ്രതന്റെ കഥയാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരാണെങ്കിലും അവരൊക്കെ രാജപദവിയിൽ വന്നാൽ പോലും കുറച്ചു കാലം രാജ്യഭാരം ചെയ്തുകൊണ്ട് കുറച്ചു കഴിയുമ്പോൾ മടുത്ത് ഇതൊന്നുമല്ല ആത്യന്തികമായിട്ടുള്ള സുഖം നൽകുന്നത് എന്ന് മനസ്സിലാക്കി, അതിൻ്റെ പരിമിതി മനസ്സിലാക്കി അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പൊ അതാണ് ഇവിടെ അന്തം തമഹ. ഇത് നരകത്തിന് തുല്യമാണ് എന്നർത്ഥം. അന്തം തമഹ എന്ന് പറഞ്ഞാൽ നരകതുല്യം, അന്ധകാര തുല്യമായിട്ടുള്ള ആ നൃപപദം, രാജസ്ഥാനം പാപം ചെയ്യിപ്പിക്കുന്നതാണ്. ഇവൻ കേൾക്കുന്ന പരീക്ഷിത്തടക്കം ആ നൃപപദത്തിൽ ഇരുന്നത് കൊണ്ടാണല്ലോ വേട്ടയാടാൻ പോയതും. അങ്ങനെ നായാട്ടിന് പോയപ്പോൾ അഹങ്കാരം കൊണ്ട് മറ്റേ മുനിയുടെ കഴുത്തിൽ പാമ്പിനെ ഇട്ടതുമെല്ലാം. അപ്പോൾ നരകത്തിലേക്ക് നയിക്കുന്നതാണ് ഈ രാജപദവി, നൃപപദം. അത് ത്വൽ സേവകൈഹി വിദുതം, അവിടുത്തെ സേവകന്മാർ പോലും ഉപേക്ഷിക്കുമ്പോൾ അങ്ങേക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ലാതെ, വേണമെങ്കിൽ ഭഗവാന് രാജാവാകാമായിരുന്നുവല്ലോ, അല്ലേ? കംസനെ വധിച്ചതോടുകൂടിയിട്ട് ദ്വാരകയുടെ അധിപനാവാനുള്ള അർഹത, അതിനുള്ള ശക്തിയും എല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ എന്ന് തെളിയിക്കപ്പെട്ടതാണ്. വേണമെങ്കിൽ ഭഗവാന് ക്ലെയിം ചെയ്യാം, ഇനിമേൽ ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറയാവുന്നതായിരുന്നു. പക്ഷേ ഭഗവാൻ അത് ചെയ്യുന്നില്ല. ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചു. തനിക്കിതിൽ യാതൊരു താല്പര്യവുമില്ലാതെ മാറിയിരുന്നു. അപ്പോൾ നിർവാസനം ത്യജിച്ചവൻ എന്നുള്ളത് വാസ്തവം തന്നെ. അതിൽ യാതൊരു വർത്തുമില്ലാത്തത് കൊണ്ട് ത്യജിച്ചതാണ്. അതിനിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള സേവകന്മാരായിട്ടുള്ള ആളുകൾ, രാജാക്കന്മാർ പോലും നരകതുല്യമായിട്ടുള്ള ഈ രാജപദവിയെ വലിച്ചെറിഞ്ഞിട്ടാണ് അങ്ങയെ സേവിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതൊരു പരമാർത്ഥമാണ്, ഇതിലൊരു ആശ്ചര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ എന്താ പറയുക, വായടപ്പിക്കുക എന്ന് പറയില്ലേ, മുഖത്തടിക്കുക എന്നൊക്കെ പറയും പോലെയുള്ള ഭാഷ. അപ്പോൾ ബലവാന്മാരോട് ശത്രുത ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളോട് മത്സരിച്ച് ഭഗവാൻ യുദ്ധം ചെയ്തുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്നു. രാജാക്കന്മാരെ ഭയപ്പെട്ടുകൊണ്ട് സമുദ്രത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ ത്യക്ത നൃപപദവി, നൃപാസനം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടിയായി. തുടർന്ന് ത്വൽപാദ പങ്കജ
ത്വൽപാദപദ്മമകരന്ദജുഷാം മുനീനാം വത്മാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമധോ അനുയേ ഭവന്തം. ത്വൽപാദപദ്മമകരന്ദജുഷാം മുനീനാം വത്മാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമധോ അനുയേ ഭവന്തം. ഇനി വ്യക്തമല്ലാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനാണ്, അലോക പന്ഥാനങ്ങളിലൂടെ പോകുന്നവനാണ് എന്നൊക്കെ സ്വയം പറഞ്ഞിരുന്നു അല്ലെ. അസ്പഷ്ടപത്മനാം പുംസാം അലോകപദമീയുഷാം. അലോക പന്ഥാനങ്ങളിലൂടെ, ലൗകികമല്ലാത്ത അലൗകിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനും അസ്പഷ്ടമായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവനുമാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നു. അതിനെയാണ് ഇവിടെ ദേവി മറുപടി കൊടുക്കുന്നത്. ത്വൽപാദ പദ്മ മകരന്ദ ജുഷാ മുനീനാം പത്മ അസ്ഫുടം. അങ്ങയുടെ പാദപത്മ മകരന്ദത്തെ സേവിക്കുന്ന, അങ്ങയുടെ പാദകമലങ്ങളിലെ തേൻ കുടിക്കുന്ന വണ്ടുകളെ പോലെ ഇരിക്കുന്ന ആ മുനീനാം പത്മ, മുനിമാരുടെ മാർഗം പോലും അസ്ഫുടം. അപ്പൊ അങ്ങയുടെ സേവകന്മാരായ മഹാപുരുഷന്മാർ, മഹാത്മാക്കൾ, ഈവൻ ശ്രീശുക ബ്രഹ്മർഷി അടക്കം മഹാത്മാക്കൾ, പരമഹംസ പരിവ്രാജകന്മാർ ആർക്കും പിടികൊടുക്കാതെ അവധൂതന്മാരായി സഞ്ചരിക്കുന്നു. അവര് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ലൗകികർക്ക് അനുകരിക്കാവുന്നതല്ല. അവരുടെ ദർശനം ഇവർക്കില്ല, ലൗകികർക്കില്ല. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. അല്ലേ, നാറാണത്ത് ഭ്രാന്തൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ശിഷ്യൻ എന്ന് ഭാവിച്ച ഒരാൾ കള്ളു കുടിക്കാൻ പോയ പോലെ നല്ലോണം ഉരുക്കി വെച്ച ഈയവും എടുത്ത് കുടിച്ചു അദ്ദേഹം. അത് കുടിക്കാൻ ശിഷ്യന് സാധിക്കുമോ? അപ്പൊ അതുപോലെ മഹാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തിയെ സാധാരണക്കാർ ഒരിക്കലും അതുപോലെ അനുകരിക്കരുത്. അവർ ചെയ്യുന്ന ധാർമ്മികമായ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാം. ധാർമ്മികം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്നന്ന ആളുകൾക്ക് ഇന്നന്ന ധർമ്മം എന്ന് ശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. അത് പ്രകാരം മഹാത്മാക്കൾ അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അനുകരിക്കാവുന്നതാണ്. ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം തന്നെ അദ്ദേഹം ധാർമ്മികമായ പല കാര്യങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ ബഹുഭൂരിപക്ഷവും അലൗകികമായിട്ടുള്ള, അല്ലേ, അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികളാണ്. മറ്റൊരാൾ ഈ ലോകത്തിൽ ചെയ്യാത്ത പ്രവൃത്തികളാണ്, ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികളാണ്. അതുപോലെയാണ് പല മഹാത്മാക്കളും. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരായിരിക്കുന്ന, അങ്ങയുടെ പാദസേവ ചെയ്യുന്ന മുനികൾ പോലും അസ്ഫുടമായ പത്മയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവർ ചെയ്യുന്നത് പോലും നൃപശുഭിഹി നനു ദുർവിഭാവ്യം. നൃപശുക്കൾ, നരരൂപത്തിലുള്ള പശു സമാനന്മാരായിരിക്കുന്ന ആളുകൾക്ക്, അവിവേകികൾക്ക് എന്നർത്ഥം. അവിവേകികളായ മനുഷ്യർക്ക് ദുർവിഭാവ്യം, ഭാവന ചെയ്യാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് മഹാപുരുഷന്മാർ ചെയ്യുന്നത്. നാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമികളോ ശ്രീരാമകൃഷ്ണ പരമഹംസരോ ശങ്കരാചാര്യരോ അതുപോലെയുള്ള മഹാപുരുഷന്മാർ ചെയ്ത പ്രവൃത്തികൾ ആർക്ക് അതുപോലെ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് അവരെ അനുകരിക്കുക എന്നുള്ളത് ലോകത്തിന് സാധ്യമല്ല. രമണ മഹർഷിയൊന്നും ഒരിക്കലും സാധാരണക്കാർക്ക് അനുകരിക്കാനുള്ള മാതൃകയല്ല. രമണ മഹർഷി ഇരിക്കുന്ന തലം ബ്രഹ്മനിഷ്ഠന്റെ തലമാണ്, ആത്മജ്ഞാനിയുടെ തലമാണ്. ആ
തലത്തിലിരുന്ന് കാണുന്ന കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റൊരു തലത്തിൽ ഇരിക്കുന്നവർക്ക് സാധ്യമല്ല. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. അതുകൊണ്ട് താരതമ്യമില്ല ഭഗവാന്റെ ഭക്തന്മാര് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാപുരുഷന്മാരുമായിട്ട് സാധാരണക്കാർ എന്താ പറയുക അനുകരണം ചെയ്യാൻ പാടുള്ളതല്ല. അവരുടെ പ്രവൃത്തികളൊക്കെ അനുകരണയോഗ്യം അല്ല. അതിന് ശ്രമിക്കരുത്. നൃപശുഭിഹി നനു ദുർവിഭാവ്യം, ഭാവന ചെയ്യാൻ സാധിക്കാത്തതാകുന്നു. യസ്മാത് ഭൂമൻ യേ ഭവന്തം അനു ഈഹിതം അലൗകികം അതോ ഈശ്വരസ്യ തവ കിം. അപ്പൊ അല്ലയോ ഭൂമൻ, വലിയവനെ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്നവനെ, സർവവ്യാപിയായിരിക്കുന്നവനെ, അതുകൊണ്ട് ഏ ഭവന്തം അനു ഈഹിതം, ഏതൊരുവരാണോ അങ്ങയെ അനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അനുസരിക്കുന്നവരായി വ്യാപരിക്കുന്നത്, അലൗകികം, അത് ലോകമര്യാദയെ അനുസരിച്ചതല്ല. അതുകൊണ്ട് അതോ ഈശ്വരസ്യ തവ കിം, ഈശ്വരനായ അങ്ങയുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഭഗവാന്റെ അനുയായികളായിരിക്കുന്ന സജ്ജനങ്ങൾ, മഹാപുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അലൗകികങ്ങളാണ്. ഭഗവാനെ പിന്തുടരുന്നവർ ചെയ്യുന്ന പ്രവൃത്തികൾ അലൗകികങ്ങളാണ്. അപ്പൊ പിന്നെ അവർക്കുമൊക്കെ നാഥനായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ മാർഗം, അങ്ങയുടെ പ്രവൃത്തി അത് ലോകർക്ക് പിന്തുടരാൻ സാധ്യമല്ല. അത് അലൗകികം തന്നെ ആണ്. ഭഗവാന്റെ പ്രവൃത്തികളെ ആർക്കും പിന്തുടരാൻ സാധ്യമല്ല. അങ്ങ് അലൗകികമാണ് എന്ന് പറഞ്ഞത്, അങ്ങ് അസ്പഷ്ടവാത്മ എന്ന് പറഞ്ഞത് സത്യം. സത്യം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഏത് തലത്തിൽ? ഈ തലത്തിൽ. അങ്ങയുടെ യോഗ്യത കൊണ്ട് ബ്രഹ്മനിഷ്ഠന്മാരൊക്കെ അങ്ങയെ ഭജിച്ചുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനേക്കാൾ ഉയർന്ന തലമാണ് അങ്ങയുടെ കർമ്മങ്ങൾ. അത് ആർക്കും അനുകരണീയമല്ല. അത് പറഞ്ഞത് വാസ്തവം എന്ന് പറയണം. ത്വൽപാദ പദ്മമകരന്ദജുഷാ മുനീനാം വത്മാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാത് അലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമൻ തവേഹിതമതോ അനുയേ ഭവന്തം. അപ്പൊ അങ്ങ് എല്ലാറ്റിൻ്റെയും ഈശ്വരനാണ്, നിയന്താവാണ്. നിയന്താവായിട്ടുള്ള അങ്ങയുടെ പ്രവൃത്തിയെ അലൗകികം എന്നേ പറയാനുള്ളൂ. അത് ലൗകികമല്ല, ലോകസാധാരണമായിട്ടുള്ളതല്ല. ലൗകികർ വിഷയസുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പോലെയുള്ളതല്ല ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി ലീലകളാടുന്ന അങ്ങയുടെ പ്രവൃത്തി. നിഷ്കിഞ്ചനോ നനുഭവാൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോ വിഹരന്ത്യജാദ്യാഃ നത്വാവിദന്ത്യസുതൃപോന്തകമാഢ്യതാന്താഃ പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമപി തേപി തുഭ്യം. നിഷ്കിഞ്ചനോ നനുഭവാൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോ വിഹരന്ത്യജാദ്യാഃ നത്വാവിദന്ത്യസുതൃപോന്തകമാഢ്യതാന്താഃ പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമപി തേപി തുഭ്യം. ഭഗവാൻ പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, നിഷ്കിഞ്ചനനാണ്. എന്നെ സേവിക്കുന്നവരും നിഷ്കിഞ്ചനന്മാരാണ്. ആഢ്യന്മാർ, ധനികന്മാരൊന്നും എന്നെ സേവിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതിനുള്ളതായിട്ടുള്ള മറുപടി ദേവി കൊടുക്കുകയാണ്. അന്ന് നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. നിഷ്കിഞ്ചനോ അനുഭവാൻ യതോസ്തി കിഞ്ചിത് യതഃ കിഞ്ചിത് നാസ്തി. ഏതൊരുവനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലയോ? ഉപനിഷത്തുകളിലൊക്കെ ഇതുപോലെയുള്ള പദങ്ങളുണ്ട്, ധാരാളമുണ്ട്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. യസ്മാന്ന പരം കിഞ്ചിത് നാപരം എന്നൊക്കെ പറയുന്ന വൈദിക മന്ത്രങ്ങളുടെ ഓർമ്മ വരില്ല പെട്ടെന്ന്.
അപ്പോൾ ആരിൽ നിന്ന് പരവും അപരവുമായിട്ട് കിഞ്ചിത് നാസ്തി എന്ന വൈദിക മന്ത്രമനുസരിച്ച്, നിശ്ചയമനുസരിച്ച് യതഃ കിഞ്ചിത് നാസ്തി, യാതൊരുവനിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവും ഇല്ല. നേഹമാനാസ്തി കിഞ്ചന എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ ചതുശ്ലോകിയിൽ പറഞ്ഞു, അഹമേവാസമേവാൻ അഗ്രേ നാന്യത് സദസത്പരം. എന്നിൽ നിന്ന് അന്യമായിട്ട് സത്തും അസത്തും പരവുമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അഹമേവ ആസമേവാഗ്രേ, ഞാൻ മാത്രമേ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചാദഹം യഥേതച്ച, ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. യോവശിഷ്യേത സോസ്മ്യഹം, എല്ലാം പ്രളയത്തിൽ ഇല്ലാതായാലും ശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇങ്ങനെയൊക്കെ എത്ര 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 മന്ത്രങ്ങളിലൂടെ ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ യതഃ കിഞ്ചിത് നാസ്തി, യാതൊരുവനിൽ നിന്ന് അല്പം പോലും മറ്റൊരു വസ്തു ഇല്ലയോ, രണ്ടാമതൊരു വസ്തു ഇല്ലയോ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ പിണ്ടലുണ്ടായി, അല്ലേ? അപ്പൊ ഭവാൻ നിഷ്കിഞ്ചന നനു, അങ്ങ് നിഷ്കിഞ്ചനൻ തന്നെ. ആ അർത്ഥത്തിൽ കിഞ്ചന നാസ്തി ഇത് നിഷ്കിഞ്ചന ഭവാൻ, അങ്ങിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അങ്ങ് നിഷ്കിഞ്ചനൻ. കൈവശമായിട്ട് മമ 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 എന്ന് പറയാനൊന്നുമില്ല. കാരണം എല്ലാം അഹം തന്നെ. അഹമേവ ആസമേവ അഹമേവ അസ്മിയേവ. ഇപ്പൊ ഇരിക്കുന്നതും മുമ്പുണ്ടായിരുന്നതും ഇനി വരാനിരിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെ. അപ്പോ നിഷ്കിഞ്ചന നനു ഭവാൻ. ഇനി ബലിഭുജ അജാദ്യാഹ അപി യസ്മൈ ബലിം ഹരന്തി ആഢ്യതാന്താഹ അസുതൃപഃ ത്വാം അന്തകം ന വിദന്തി ബലിഭുജാമപി ഭവാൻ പ്രേഷ്ഠഃ തേ തുഭ്യം അപി. ഇവിടെ ബലിഭുജ അജാദ്യാഹ, അജാദികൾ, അജാതി ദേവന്മാർ, ബലിഭുജ പൂജയെ സ്വീകരിക്കുന്നവരാണ്. ഇപ്പോൾ ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ മനുഷ്യർ അങ്ങോട്ട് പൂജയെ കൊടുക്കുന്നു, അതിനെ ഭുജിക്കുന്നവരാണ് അവരും, അല്ലേ? മറ്റുള്ളവർ കൊടുക്കുന്ന ബലികളെ ഭുജിക്കുന്നവർ ബലിബുക്കുകൾ, അവരാണ് ബ്രഹ്മാദി ദേവന്മാർ. അജാദ്യാഹ അപി ബലിഭുജ അജാദ്യ അപി യസ്മൈ ബലിം ഹരന്തി, മറ്റുള്ളവർ ബലി കൊടുക്കുന്ന ദേവന്മാർ പോലും ബ്രഹ്മാദികൾ പോലും യസ്മൈ ഏതൊരു അങ്ങയ്ക്കായിക്കൊണ്ട് ബലിയെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. യസ്മൈ ബലിം ഹരന്തി, ബലിയെ കൊണ്ടുവന്ന് നൽകുന്നു. അപ്പൊ പിന്നെ ആഢ്യതാന്താഹ അസുതൃപഃ ത്വാ അന്തകം ന വിദന്തി, ഭഗവാനെ ഉപാസിക്കാത്തവർ, ഭഗവാന് ബലി കൊടുക്കാത്തവർ ആരാണ്? ആഢ്യതാന്താഹ, ധനികന്മാർ, ആഢ്യന്മാർ എന്നെ ഭജിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞുല്ലോ. അതിനുള്ള മറുപടിയാണ് അതെ അതെ, ആഢ്യത കൊണ്ട് അന്ധന്മാരായിട്ടുള്ളവർ, അഭിമാനം കൊണ്ട് കണ്ണു കാണാത്തവർ, മതം പിടിച്ചവർ, ആഢ്യതാന്താഹ. അസുതൃപഃ, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസുര സ്വഭാവമുള്ളവർ, അങ്ങനെയുള്ളവർ ത്വാ അന്തകം ന വിദന്തി, അവരുടെയൊക്കെ അന്തകനായിട്ടുള്ള അങ്ങയെ അവരറിയുന്നില്ല. ശരി തന്നെയാ. അപ്പോ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, നമാം ദുഷ്കൃതിനോ മൂഢാഹ, അവിപശ്ചിതഃ, നമാം ദുഷ്കൃതിനോ മൂഢ പ്രഭജന്തീനോ, എന്നെ മൂഢന്മാരായിട്ടുള്ള ദുഷ്കൃതികളായിട്ടുള്ള ആളുകൾ ഭജിക്കുന്നില്ല, സുഹൃതികൾ മാത്രമാണ് എന്നെ ഭജിക്കുന്നത് എന്ന് പറയുന്നു. മായയാ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവം ആശ്രിതാഹ. അപ്പോൾ ആസുരം ഭാവം പ്രാപിച്ചവർ, മായ കൊണ്ട് മൂഢരായിട്ടുള്ളവർ,
അങ്ങനെയുള്ളവർ എന്നെ ഭജിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ആഢ്യതാന്താഹ. ആഢ്യത കൊണ്ട് അന്ധരായിരിക്കുന്ന അസുതൃപഹ ഇന്ദ്രിയാധീനന്മാരായിട്ടുള്ളവർ ത്വാ അന്തകം ന വിതന്തി. അവരുടെ അന്തകനായിരിക്കുന്ന അങ്ങയെ അറിയുന്നില്ല. അവർ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ സമ്പാദിച്ച് അതിൻ്റെ പുറകെ അത് അനുഭവിക്കാനായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാലസ്വരൂപനായിട്ടുള്ള അങ്ങ് അവരെ അവരുടെ എല്ലാ സുഖങ്ങളിൽ നിന്നും വേർപെടുത്തുന്നത്, അവർക്ക് മൃത്യു സംഭവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ സമ്പാദിച്ചതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നത് എല്ലാം അന്തകനായിട്ടുള്ള അങ്ങാണ്. അപ്പം അന്തകനായിട്ടുള്ള അങ്ങയെക്കുറിച്ചൊരു ഓർമ്മയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങയെ ഭജിക്കുമായിരുന്നു. അപ്പോൾ ലോകം ഭജിക്കുന്ന ബ്രഹ്മാദി ദേവന്മാർ, ഈശ്വരന്മാർ പോലും അങ്ങയെ ഭജിക്കുന്നു. അങ്ങ് ഈശ്വരാണാമപി ഈശ്വരഃ. എന്നാൽ മൂഢന്മാർ അങ്ങയെ ഭജിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെ. കാരണം അവരുടെ വിനാശകാലമാണ്. അതാണ് ആഢ്യതാന്താഹ അസുതൃപഃ ത്വാ അന്തകം ന വിദന്തി. ബലിഭുജാമപി ഭവാൻ പ്രേഷ്ടഃ തേ തുഭ്യമപി. ഈ ബലിയെ ഭുജിക്കുന്ന ബ്രഹ്മാദി ദേവന്മാർ, ഇന്ദ്രാദികൾ, അവർക്കൊക്കെ അങ്ങാണ് പ്രിയതമൻ, പരമപ്രേഷ്ഠൻ. അതുപോലത്തെ അവരും തുഭ്യമപി, അങ്ങേക്കും പ്രിയതമന്മാർ. അപ്പൊ അങ്ങയെ ഭജിക്കുന്ന ദേവാദികൾ അങ്ങേക്ക് പ്രിയപ്പെട്ടവർ, അവർക്ക് അങ്ങും പ്രിയപ്പെട്ടവർ. അങ്ങയെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ദേവന്മാർ പോലും അങ്ങയെ ഭജിക്കുന്നത്. അപ്പൊ ദേവന്മാർ പോലും യാതൊരു ദോഷവുമില്ല. ശരിയായിട്ടുള്ള ആഢ്യന്മാർ ബലിബുക്കുകളാണ് എന്ന് വെച്ചാൽ ദേവന്മാരാണ്, എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. ആ ആഢ്യന്മാരൊക്കെ അങ്ങയെ ഭജിക്കുന്നുണ്ട്. ഇവിടെ വിവരമില്ലാത്ത കുറെ ആഢ്യ അഭിമാനികളുണ്ട്, ആഢ്യത കൊണ്ട് അന്ധരായിരിക്കുന്നവർ. അവര് ഭജിച്ചില്ല. അവർക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവാൻ പോകുന്നത്. അവര് ഭജിക്കട്ടെ, ഭജിക്കാതിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആര് ഭജിച്ചാലും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നതും അങ്ങാണ്. ഭജിക്കാത്തവർക്ക് അങ്ങയിൽ നിന്ന് നാശമാണ് ലഭിക്കുക. അവരുടെയൊക്കെ അന്തകനായി അങ്ങ് ഭവിക്കുന്നു. അപ്പൊ നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് നിഷ്കിഞ്ചനൻ. എന്നാൽ അങ്ങയെ ആരും ഭജിക്കുന്നില്ല, ആഢ്യന്മാരൊന്നും ഭജിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ബ്രഹ്മാദി ദേവന്മാർ ആഢ്യന്മാരാണ്, അവർ ഭജിക്കുന്നുണ്ട്. ഇനി ആഢ്യന്മാരെന്ന് അഭിമാനിക്കുന്ന അസുര സ്വഭാവമുള്ള മൂഢന്മാർ അങ്ങയെ ഭജിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. അതിന് നഷ്ടം അവർക്ക് മാത്രം. നിഷ്കിഞ്ചനോ അനുഭവാൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോ വിഹരൻ യജാദ്യാഃ നത്വാ വിദന്ത്യസുതൃപോന്തകമാഢ്യതാന്താഃ പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമപി തേപി തുഭ്യം. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃത്സ്നം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർന്ന. അങ്ങ് എല്ലാ ദേവന്മാർക്ക്, ബ്രഹ്മാദികൾക്കൊക്കെ പ്രിയപ്പെട്ടവനാകുന്നു, എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനാകുന്നു. അതുകൊണ്ട് അങ്ങ് പറഞ്ഞില്ലേ, ആർക്കാണ് തുല്യമായിട്ടുള്ള ധനവും വിദ്യയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളത്, അവർ തമ്മിലാണ് ചേർച്ച എന്ന് പറഞ്ഞില്ലേ. അത് സമ്മതം എനിക്ക്. നമ്മൾ തമ്മിൽ ചേരുന്നതല്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടെ സമ്മതിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞത് സത്യമാണ് എന്ന് സ്ഥാപിക്കുക തന്നെയാണ്, ഭഗവാനെ അംഗീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാനെ തിരിച്ച് അങ്ങ് പറഞ്ഞതൊട്ടും ശരിയായില്ല എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസവും പറയുന്നുണ്ട്. അതെല്ലാം തുടരാൻ നമുക്ക് വൈകുന്നേരം തുടരും. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം.